കൃപാസനം പ്രസാദപര മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിംസി, എൻ്റെ മകൻ അൻവിൻ. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. 5/4/2021 ആദ്യമായി ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആദ്യ ഉടമ്പടി നിയോഗം തന്നെ ദൈവാശ്രയ ബോധത്തിൽ വളരുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യ നിയോഗമായി വെച്ചത്. ആ നിയോഗം ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവാശ്രയ ബോധം എന്നിൽ ഉണരാൻ തുടങ്ങി. വിശ്വാസ പ്രമാണം അതിശക്തമായി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുവാൻ എനിക്ക് സാധിച്ചു. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി നിയോഗം, എൻ്റെ ജോലി വളരെ സ്ട്രെസ് മേഖലയായിരുന്നു. അപ്പോൾ ആ ജോലിയിൽ നിന്ന് എനിക്ക് മാറണമെന്ന് തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. സ്ട്രെസ് കാരണം എനിക്ക് രാത്രിയും പകലുമൊക്കെ ജോലിയെടുത്താലും തീരാത്തൊരു ജോലി മേഖലയായിരുന്നു. അതുതന്നെയല്ല, അതിൽ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പോസ്റ്റിൽ നിലവിൽ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജോലി രാജിവെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, കിട്ടിയ ജോലി രാജിവെക്കാനായിട്ട് എളുപ്പമാണ്, നമുക്ക് ഈ ജോലി കിട്ടാനാണ് പ്രയാസം എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ആ ജോലിയിൽ തന്നെ വളരെ വർഷക്കാലം 10 വർഷക്കാലം ഞാൻ വീണ്ടും ആ ജോലിയിൽ തന്നെ തുടർന്നു. അപ്പോൾ രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ ഒരിക്കലും സാധിക്കില്ല, ഇതിനൊരു ട്രാൻസ്ഫർ ഇല്ല, അപ്പോൾ ഒരിക്കലും സാധിക്കില്ല. എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഈ ജോലി ഒരു ട്രാൻസ്ഫർ വേണം, അല്ലാതെ എനിക്ക് ഒരിക്കലും ഇതിന് തുടരാൻ പറ്റില്ല എന്ന്. അപ്പോൾ എനിക്കതൊരിക്കലും നടക്കില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഒരു ഓർഡർ വന്നു. അത് സ്ഥലം മാറ്റത്തിന് വേണ്ടിയിട്ട് ഓർഡർ വന്നു. അപ്പോൾ ഞാൻ വെച്ചിരുന്നത് അനുയോജ്യമായൊരു സ്ഥലം എന്നായിരുന്നു. മാതാവ് എൻ്റെ അനുയോജ്യമായൊരു സ്ഥലത്തേക്ക്, അനുയോജ്യം എന്ന് പറയുന്നാൽ എൻ്റെ ഓഫീസ് തുറന്നാൽ ആദ്യം കാണുന്നത് ഞാൻ മാതാവിനെയാണ്. മാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയുടെ ഓപ്പോസിറ്റായിട്ടാണ് എനിക്ക് ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിച്ചത്. മൂന്നാമതായിട്ട് എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടുള്ള സാക്ഷ്യമാണ്. മകനിപ്പോൾ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. അവൻ്റെ SLC സർട്ടിഫിക്കറ്റ് +2 തീരാറായ സമയത്ത്, അവൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കൊണ്ടുപോയ സമയത്ത് ഒരു പേന ലീക്കടിച്ച് സർട്ടിഫിക്കറ്റിൽ മഷി പുരണ്ടു, സർട്ടിഫിക്കറ്റ് ഡാമേജായി. ആ സമയത്ത് ഒരു ദിവസം, ഒരു ഞായറാഴ്ചയായിരുന്നു ഇത് കണ്ടത്. ആ ഞായറാഴ്ച ഞാൻ മാതാവിൻ്റെ തിരി കത്തിച്ച് വെച്ച് മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ, മോൻ്റെ ഭാവി വെള്ളത്തിലായല്ലോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് ഉച്ച വരെ പ്രാർത്ഥിച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു മാതാവിൻ്റെ ഒരു കൃപ പോലെ ഞാൻ ആ ദിവസം മുഴുവൻ അങ്ങനെ മോനും ആകെ ഡിപ്രഷനിലായിപ്പോയി. അപ്പം ഞാൻ പിറ്റേ ദിവസം മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നു. മാതാവ്, ഞാൻ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആരെ കാണും എന്നന്വേഷിച്ച് ഇങ്ങനെ നടന്നപ്പോൾ മാതാവ് എന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. ഞാൻ ഓൾറെഡി എനിക്കൊരു ജോലി ഉണ്ടായതുകൊണ്ട് ഈ SLC ബുക്കിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് എൻ്റെ പഴയ സർട്ടിഫിക്കറ്റിൽ ഒരു ഡാമേജ് ഉണ്ടായിരുന്നു, എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഡാമേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും അത് ശരിയാക്കാം എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെയും സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ ഒരുമിച്ച് ഏജൻറ്റിനെ കണ്ട് ഞങ്ങൾ ബോർഡിലേക്ക് അയച്ചു. ബോർഡിലേക്ക് അയക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സർട്ടിഫിക്കറ്റിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഒരു തുടർ വിദ്യാഭ്യാസത്തിനും എൻ്റെ മോൻ്റെ ഒരു തുടർ വിദ്യാഭ്യാസത്തിനും ഇത് തടസ്സമാവല്ലേ എന്ന് പ്രാർത്ഥിച്ച് 2ലും കാശ് രൂപവും ഉപ്പുമിട്ട് പ്രാർത്ഥിച്ച് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ഒട്ടും താമസം കൂടാതെ മോൻ്റെ സർട്ടിഫിക്കറ്റ് ആദ്യം തിരികെ നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം അവൻ +2 കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻ്റെ അലോട്ട്മെൻറ്റ് വന്നതിൻ്റെ തലേ ദിവസം സർട്ടിഫിക്കറ്റുകളൊക്കെ ഒരുമിച്ചുണ്ടാകും എന്ന് കരുതി ഞാൻ സർട്ടിഫിക്കറ്റ് ഫയലിൽ നോക്കിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും ആവശ്യമായ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അവൻ്റെ കാണുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, വീണ്ടും മാതാവേ എന്ന് വിളിച്ചു. അപ്പോൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇനി അഡ്മിഷൻ പോയ സമയത്ത് മിസ്സായതാണെന്നാണ് ഞാൻ കരുതിയത്. വീണ്ടും തീവ്രമായി മാതാവിനോട് പ്രാർത്ഥിച്ചു,
എല്ലാ ഫയലുകളും, വീട്ടിലെ എല്ലാ ഫയലുകളും നോക്കി, അവിടെ ഒന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുണ്ടാവും, ഞങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചത് കൊണ്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നോക്കി, അപ്പോൾ അവിടെയും കണ്ടില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കൊടുത്തിട്ട് മോനോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അവനാകെ നിരാശനായിട്ടിരുന്നത് കൊണ്ട് ഈ കാശ് രൂപം 5 മിനിറ്റ് അവൻ്റെ കയ്യിലിരുന്നപ്പോൾ അവൻ പറഞ്ഞു മമ്മി ഇനി നോക്കണ്ട, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനന്ന് പനിയൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണതയായിരുന്നു. പക്ഷേ ആ ക്ഷീണത്തിൽ ആ കാശ് രൂപവും പിടിച്ച് ഞാൻ എൻ്റെ മോൻ ഇനി കാരണം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്രയും നാൾ നോക്കിയിരുന്നിട്ട് പിന്നീട് അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ ആകെ വിഷമിച്ച് ഞാൻ പ്രിൻസിപ്പാളെ വിളിച്ചു. അപ്പോൾ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞു ഒരിക്കലും ഇവിടെ ഉണ്ടാവാനും സാധ്യതയില്ല, കാരണം തോറ്റ കുട്ടികളുടേതാണെങ്കിൽ മാത്രമാണ് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുള്ളൂ, പാസ്സായവരുടെയൊക്കെ ഞങ്ങൾ കൊടുത്തുവിടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാളെ വന്ന് നോക്ക് എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാശ് രൂപം മുറുക്കി പിടിച്ചിട്ട് ടീച്ചറുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നിന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നു. സ്റ്റാഫിനോട് പ്രിൻസിപ്പാൾ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു ഉണ്ടാകാൻ സാധ്യതയില്ല, ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റാഫ് വന്നിട്ട് ഇങ്ങനെ നമ്മൾ സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റുമ്പോൾ സൈൻ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഇവനിങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു മമ്മി ഞാനവിടെ സൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവേ എന്തായാലും അവൻ കൈപ്പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്റ്റാഫുകളൊക്കെ ഓടി വന്ന് സ്റ്റാഫ് റൂമിലെല്ലാം പരതി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു എന്താ നിനക്ക് ഇങ്ങനെ പറ്റിയത്, നീ എന്താ ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് വാങ്ങാത്തതെന്ന് ചോദിച്ചിട്ട് അവൻ്റെ സാറ് വന്നിട്ട് നിനക്കെന്താ അങ്ങനെ പറ്റിയത്, വേറെ ആരും ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് അവിടെ സേഫായിട്ട് സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. അതൊരു ബ്ലൂ കളർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. മാതാവിൻ്റെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ സർട്ടിഫിക്കറ്റ് മാതാവിനോട് കേണപേക്ഷിക്കാനായിട്ട് ഒരു അവസരമായിട്ടാണ് ഞങ്ങൾക്കതിനെ കരുതുന്നത്. പിന്നീട് അഡ്മിഷൻ്റെ സമയം കഴിഞ്ഞു. ഓൾറെഡി ഞങ്ങൾ ഹോസ്റ്റൽ സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയത് കൊണ്ട് അതിനെക്കുറിച്ചൊരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹോസ്റ്റലിൽ അവൻ താമസിക്കുന്ന സ്ഥലത്ത് അവൻ്റെ ക്ലാസ്മേറ്റായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ആകെ ഡെസ്പായിരുന്നു. കാരണം വേറെ ആരും അസൈൻമെൻറ്റൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് മമ്മി ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നും നിലവിളിക്കലാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറാമെന്ന് വെച്ചാൽ ആ സമയത്ത് തടസ്സം ഉണ്ടാവും, എല്ലാം റെഡിയാക്കി നമ്മൾ പോവാൻ നോക്കുമ്പോഴേക്കും തടസ്സം ഉണ്ടാവും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഞാൻ അഖണ്ഡ ജപമാല റാലിയിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എന്നാലും എന്തോ അത് സാധ്യമായിരുന്നില്ല. പിന്നീട് എൻ്റെ ഒരു ശീലമായിരുന്നു ജോലിക്കൊക്കെ പോകുമ്പോൾ വണ്ടിയിൽ വെച്ച് ഇങ്ങനെ കൊന്ത ചൊല്ലി ഇങ്ങനെ പോവും. അപ്പം ഞാൻ മാതാവിനോട് പരിഭവങ്ങളും നന്ദിയൊക്കെ പറഞ്ഞു പോയ സമയത്ത് മാതാവ് എന്നോട് ചോദിച്ചു നീ എന്നെ ആ ബെഡിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, പിന്നെ ഞാൻ അവനെ എങ്ങോട്ട് മാറ്റുമെന്ന്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ മോനെ ഞാൻ ഹോസ്റ്റലിലാക്കിയിട്ട് വന്ന സമയത്ത് ആ ബെഡിൽ ഞാൻ കാശ് രൂപവും ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. ഒരുപാട് തിന്മകളുള്ള സ്ഥലങ്ങളായിരിക്കാം, കർണാടകയിലാണ് അവൻ പഠിക്കുന്നത്. അപ്പം മാതാവേ നീ കാത്തുകൊള്ളണോട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവ് വന്നത്, മാതാവേ ഞാൻ ഏൽപ്പിച്ച സ്ഥലത്ത് നീ സുരക്ഷിതമായിട്ട് തന്നെ ഇപ്പം അവൻ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അടുത്തതായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാഥാലയങ്ങളിൽ പോവാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനത്തിൽ പത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിലെത്തുന്നവരുടെ മാത്രം ഇടയിലാണ് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. ക്രൈസ്തവർക്ക് പത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാനിങ്ങനെ സ്റ്റാൻഡിൽ ഇങ്ങനെ പത്രം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മകനെ ഞാൻ ഇങ്ങനെ കൈ നീട്ടിയിട്ട് ഞാൻ ഇത് പത്രമാണ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മടിച്ചിട്ടാണ് അവന് പത്രം കൊടുത്തത്. അപ്പോൾ ആ പയ്യൻ ഇത് കൃപാസന അമ്മയുടെ പത്രമാണല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം കൃപാസന അമ്മയുടെ പത്രമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ മകൻ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മ പോലും ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് അഭയം തന്ന അമ്മയാണ് ഈ കൃപാസന മാതാവ്, പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ പത്രം ഉപേക്ഷിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞു.
അപ്പോഴാണ് ശരിക്കും എനിക്ക് അതിൻ്റെ തീവ്രത മനസ്സിലായത്. എൻ്റെ മോന് പോലും അത്ര ഇതായിട്ട് എനിക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അവന് പോലും അത്ര അനുഭവം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന്. അതിനുശേഷം എനിക്ക് അക്രൈസ്തവരോട് ഈ പത്രത്തിൻ്റെ കാര്യം പറയുന്നതിനോ അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിലോ ഒരു മടി തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ജസ്റ്റ് എനിക്കുള്ള ചോറ് പോലും എടുക്കാനായിട്ട് ഞാൻ മടി കാണിക്കുന്ന ഒരാളാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഒരു കൈവയ്പ് ശുശ്രൂഷ എനിക്ക് ലഭിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം എന്നിലേക്ക് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ചുറ്റും കൃപാസന മാതാവ് എന്നിങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് എൻ്റെ ചുറ്റും വലയത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നി. അതിലുപരി പ്രേക്ഷിത പ്രവർത്തനത്തിൽ എന്തോ ഒരു ആർജവത്വം കൈവന്ന പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പൊതി ചോറെടുക്കാനായിട്ട് മടിച്ചിരുന്ന ഞാൻ 3-4 ചോറുപൊതികളായിട്ട് ഞാൻ പോകും. ഞാൻ മാതാവിനോട് പറയും, മാതാവ് എനിക്ക് കറക്റ്റ് സമയത്ത് ഓഫീസിലെത്തണം, നീ എൻ്റെ മുന്നിൽ ആരെങ്കിലേക്ക് എത്തിക്കണം, ഇതിന് അർഹതപ്പെട്ട ആരെങ്കിലും എത്തിക്കണം എന്ന് പറയും. എല്ലാ ദിവസവും എടുക്കുന്ന ചോറ് കൃത്യമായിട്ട് മാതാവ് എന്നെ ഒന്ന് വണ്ടി സ്റ്റോപ്പ് പോലും ചെയ്യിക്കേണ്ട ആവശ്യം വരില്ല. കൃത്യമായിട്ട് റോഡിലൂടെ പോകുമ്പോൾ മാതാവ് എൻ്റെ തിരുമുന്നിലേക്ക് എത്തിക്കും. അങ്ങനെയാണ്. പിന്നെ കൃപാസനത്തിൽ വരുവാനായിട്ട്, അവിടെ നിന്ന് തനിയെ വരുവാനായിട്ട് അറിയില്ലാത്തവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പോരുന്ന അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പോരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് സഹായിക്കാറുണ്ട്. അവരെ ചെറുതും വലുതുമായി തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് കൃപാസന പ്രസാദോര മാതാവിനും ദൈവകുമാരനും 1000 നന്ദി. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നു, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ജിംസിയുടെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. ടൈം ഷോർട്ടനിങ്ങിൻ്റെ വലിയ കണ്ടൻറ്റുള്ള ഒരു നല്ല ജീവിത സാക്ഷ്യമെന്ന് നമുക്ക് പറയാം. കാരണം സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് എല്ലാ സമയത്തും ജിംസിയുടെ കൂടെ ഉണ്ടായിരുന്നത്. താൻ ഉടമ്പടി എടുത്തത് മുതൽ തനിക്കുണ്ടായ സംരക്ഷണത്തിൻ്റെ ഒരു വലിയ ഒരു കഥയാണ് ഇപ്പോൾ നമ്മെ പറഞ്ഞു കേൾപ്പിച്ചത്. ഒരു പഞ്ചായത്ത് ഓഫീസറായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തിരക്കും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവും നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതിനിടയിലും തൻ്റെ മകനു വേണ്ടി ഉടമ്പടിയെടുത്ത് തൻ്റെ മകനെ ഈശോയ്ക്ക് നൽകി, ലോകത്തിനെ ഈശോയ്ക്ക് നൽകാൻ വേണ്ടി മാത്രം ഉടമ്പടിയെടുത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് ജിംസി എന്ന് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയോട് അഭിപ്രായം ചോദിച്ചുകൊണ്ട്, ഞാൻ എവിടേക്ക് തിരിയണം, എന്തു ചെയ്യണം, എനിക്ക് ആവശ്യമുള്ള ആളുകളെല്ലാം അങ്ങ് എനിക്ക് എത്തിച്ചു തരണം, എനിക്ക് സാധ്യമാക്കി തരണം എന്നെല്ലാം പറയാനുള്ള ഒരു വലിയ ഫ്രീഡത്തിലേക്ക് ഈ ഉടമ്പടി ജിംസിയെ എത്തിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. ജിംസിയുടെ ജോലി മേഖലയിലുള്ള ഒരു സ്ട്രെസ്സ് മൂലമാണ് അങ്ങനെ ഒരു ഉടമ്പടി എടുക്കാനായി ജിംസി നിർബന്ധിതയായത്. 10 വർഷക്കാലം താനൊരു ട്രാൻസ്ഫർ ആഗ്രഹിച്ചിട്ടും തനിക്ക് ലഭിക്കാതിരുന്ന ഒരു ഉടമ്പടി എടുത്ത് 3ാമത്തെ പുതുക്കലിൽ താൻ ആഗ്രഹിച്ചതിലപ്പുറം, എൻ്റെ ഓഫീസ് റൂമിൻ്റെ വാതിൽ തുറന്നാൽ, വിൻഡോ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് പരിശുദ്ധ അമ്മയുടെ ദേവാലയം കാണാൻ മാത്രം സൗകര്യമുള്ള, എപ്പോഴും അമ്മയെ ദർശിക്കുവാനും ഈശോയെ ആരാധിക്കുവാനും സാധിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഈ മകളുടെ ഒരു ട്രാൻസ്ഫർ സമയത്ത് പരിശുദ്ധ അമ്മ അറേഞ്ച് ചെയ്തു കൊടുത്തതെന്നാണ് ജിംസി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. നാം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തത കാണിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയെ നൽകാൻ നമുക്ക് നൽകുന്ന ഒരു വലിയ സാഹചര്യങ്ങളുടെ കാലാവധിയെയും കാലയളവിനെയും കാലാവസ്ഥയെയും ഒക്കെയാണ് ജിംസി നമ്മോട് ഇവിടെ പ്രസ്താവിച്ചതും ഏറ്റുപറഞ്ഞതും. നമുക്കും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും വിശ്വസ്തരായിരിക്കുവാനുമുള്ള പ്രേരണ ഈ സാക്ഷ്യത്തിൽ നിന്ന് സ്വീകരിക്കാം. ഇങ്ങനെ ജോലിയിൽ സ്ട്രെസ് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ലോകമെമ്പാടും ഓൺലൈനിലിരിക്കുന്നവരെ എല്ലാം നമുക്കൊരു ജോലിക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടാൻ, ഒരു ജോലി കിട്ടാനൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ മകൻ്റെയും ജിംസിയുടെയും സർട്ടിഫിക്കറ്റുകൾ കാണാതായ, SSLC സർട്ടിഫിക്കറ്റിലുണ്ടായ ഒരു മഷി ലീക്കായപ്പോൾ ഉണ്ടായ ഒരു വലിയ പ്രശ്നം, തൻ്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കാണാതായ ഒരു പ്രശ്നം,
ആ സമയത്താണ് അമ്മ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നത്, ജിംസിയുടെയും സർട്ടിഫിക്കറ്റ് കാണുന്നില്ലല്ലോ, അതിലൊരു ഡാമേജ് ഉള്ളത് ശരിയാക്കണമല്ലോ. അത് കഴിഞ്ഞ് വളരെ നമുക്കറിയാം, ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എത്രയേറെ സെക്രട്ടറിമാരെ കണ്ടു വേണം ഒരു വലിയ ഒരു ഡോക്യുമെൻ്റ് ശരിയായി കിട്ടാനുള്ള സമയമെന്ന് നമുക്കറിയാം. അതേസമയം ഇവിടെ നിന്ന് ഒരു സ്കൂൾ അക്കാഡമിക് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്രത്തിലേക്ക് പോകണം. തിരുവനന്തപുരത്തു നിന്ന് വേണം അത് വരാൻ. അതവിടെ ചെന്ന് എത്ര സമയം കഴിഞ്ഞിട്ടാണ്, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റുകൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളാണ് വളരെ പെട്ടെന്ന് ആ ഓഫീസിൽ തന്നെ, സ്കൂളിൽ തന്നെ ആ വസ്തുതയോടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സാധ്യതകളുടെ അമ്മയാണ് കൃപാസന അമ്മ. അമ്മ എല്ലാ സാഹചര്യങ്ങളിലേക്കും സഞ്ചരിച്ചുകൊണ്ട് നമുക്കുള്ള എല്ലാ സാധ്യതകളും അമ്മ നമുക്ക് നേടിത്തരുന്നു. ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയോട് കൂടെ സഞ്ചരിക്കുമ്പോൾ, ഈശോയെ നമ്മോട് കൂടിച്ചേർക്കുമ്പോൾ, ഈശോയെ സ്വീകരിക്കുമ്പോഴെല്ലാം വിശുദ്ധ കുർബാനയിൽ ഈശോ ആണ് നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേരുന്നത്. ഈശോയുടെ സാമീപ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അതിലപ്പുറം സഹോദരി കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ കാണിക്കുന്ന ആ തീക്ഷ്ണത. ഞാൻ ഒരു പൊതി ചോറ് കൊണ്ടുപോകുമ്പോൾ അത് അർഹതപ്പെട്ട ഒരാൾക്ക് വേണ്ടി നൽകാൻ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ സമയക്കുറവ് അമ്മയ്ക്കറിയാലോ. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഈ ജിംസിക്ക് എപ്പോഴും ഒരു വ്യക്തിയെ കാണിച്ചു കൊടുക്കുന്നത്. ഇന്നും കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് ആത്മാക്കളെ നേടിത്തരുക എന്ന് നാം ഓരോരുത്തരോടും ഈശോ പറയുമ്പോൾ, ആ ദാഹത്തിനും വിശപ്പിനുമുള്ള വ്യക്തികളെ, നമ്മുടെ ആധ്യാത്മികമായും ശാരീരികമായും വിശക്കുന്നവരെല്ലാം നമ്മുടെ അരികിലേക്ക് പരിശുദ്ധ അമ്മ എത്തിച്ചു വരികയാണ്. അവർക്കെല്ലാം ഈശോയെ കൊടുക്കുക എന്നാണ് കാരുണ്യ പ്രവൃത്തികളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ജിംസിയുടെ ഈ വലിയ ഉടമ്പടി ജീവിതത്തിന്, ഉടമ്പടി സാക്ഷിയായതിന് ജിംസിക്കും കുടുംബത്തിനും മകനും ഈ സാക്ഷ്യം കേൾക്കുന്നവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.